നിലമ്പൂരിൽ തിരഞ്ഞെടുപ്പ് അംഗത്തിന് തീയതി കുറിച്ചിരിക്കുന്നു. DCC അധ്യക്ഷൻ VS ജോയ് 24-നൊപ്പം ചേരുകയാണ്. ഇവിടെ UDF വിജയിച്ച് കയറുമെന്ന് ഉറപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ എന്താണ്? ഇവിടെ ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ വളരെ അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമാണ്. എല്ലാ ഘടകങ്ങളും ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ അനുകൂലമാണ്. പ്രത്യേകിച്ച് നിലമ്പൂരിലൊരു രാഷ്ട്രീയ സാഹചര്യം, നിലമ്പൂരിലൊരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായി തന്നെ PV അൻവർ MLA രാജിവെച്ചതുകൊണ്ടാണ്. പിണറായി വിജയനെതിരെ വളരെ മൂർദ്ധമായ ചില ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹം MLA സ്ഥാനം പോലും രാജിവെച്ചത്. ആ വിഷയങ്ങളൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചയായി ഉയർന്നു വരാൻ പോവുകയാണ്. പ്രത്യേകിച്ച് മലപ്പുറം ജില്ല പ്രതിക്കൂട്ടിലായ വിഷയം, ആ ജില്ലയ്ക്കെതിരായി കൊണ്ട് ബോധപൂർവമായി ക്രിമിനൽ കേസുകളുടെ എണ്ണം പെരുപ്പിച്ച് കാട്ടാൻ വേണ്ടി പോലീസിൽ ഒരു വിഭാഗം ശ്രമിച്ചു. പോലീസിലെ RSS വൽക്കരണം, അങ്ങനെ അത് തുടങ്ങിയുള്ള ഒട്ടേറെ എണ്ണിയാൽ ഒടുങ്ങാത്ത നിരവധിയായ വിഷയങ്ങളുണ്ട്. ഈ വിഷയങ്ങൾക്കൊക്കെ അകത്ത് പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റാണ്. അതോടൊപ്പം തന്നെ വന്യമൃഗ ശല്യം ഉൾപ്പെടെയുള്ള പ്രയാസങ്ങൾ ഇവിടെ നിലനിൽക്കുകയാണ്. ഇതൊക്കെ ഇതിൻ്റെ കെടുതികളൊക്കെ നേരിട്ട് അനുഭവിക്കുന്ന ജനതയാണ് നിലമ്പൂരിലെ ജനത. സ്വാഭാവികമായും ഞങ്ങൾക്ക് അത്രയേറെ അനുകൂലമായൊരു രാഷ്ട്രീയ സാഹചര്യമാണ് നിലമ്പൂരിലുള്ളത്. അതിൻ്റെ ഒരു പ്രതിഷേധം ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിക്കുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ അതുപോലെ തന്നെ ഇവിടുത്തെ നിലമ്പൂരിലെ ബൈപ്പാസ്, അതിനൊക്കെ അവർ ധനാനുമതി നൽകിയിരിക്കുന്നു LDF. അപ്പോൾ അതൊരു വോട്ടായി മാറും. അത് LDFൻ്റെ ഒരു നേട്ടം, വികസനമാണ് അവർ പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആ കോൺഫിഡൻസിന് എന്താണ് ഒരു മറുപടി? ഇല്ല, നിലമ്പൂർ ബൈപ്പാസ് ഒന്നും അതൊക്കെ കേവലം കണ്ണിൽ പൊടിയിടാനുള്ള പൊറാട്ട് നാടകങ്ങൾ മാത്രമാണ്. അതൊന്നും 2016 മുതൽ കഴിഞ്ഞ 9 വർഷമായിട്ട് ബൈപ്പാസിന് വേണ്ടി ഒരു ചുക്കും ഒരു ചുണ്ണാമ്പും ഇവർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇതുപോലെ നിരവധിയായ കോടിക്കണക്കിന് രൂപ ഇവിടെ പ്രഖ്യാപനങ്ങൾ നടന്നു. എന്നിട്ട് ഫ്ലെക്സ് ബോർഡുകളൊക്കെ വന്നു. മഴയാകുമ്പോൾ ആ ഫ്ലെക്സ് ബോർഡ് നശിച്ചു പോകും. പിറ്റേ വർഷം സാമ്പത്തിക വർഷമാകുമ്പോൾ പിന്നെയും പദ്ധതി പണം പ്രഖ്യാപിക്കുക എന്നല്ലാതെ ആ പദ്ധതി ഇതുവരെ നടപ്പിലായിട്ടില്ല. ഈ ഗവൺമെൻറ്റിൻ്റെ കാലയളവിൽ ഇപ്പോൾ വന്ന പ്രഖ്യാപനവും നടപ്പിലാക്കാൻ കഴിയില്ല. നിലമ്പൂർ ബൈപ്പാസ് പോലെയുള്ള നീറുന്ന ഒരുപാട് വികസന പ്രശ്നങ്ങളുണ്ട്. ആ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടും. ഇതിലൊന്നും പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റിന് ഫലപ്രദമായ ഒരു ഇടപെടൽ നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമാണ്. ഇതപ്പോൾ കടുത്ത മഴ ഞങ്ങൾക്കൊരു വെല്ലുവിളിയാണ്. പക്ഷേ ഈ കാലാവസ്ഥ പ്രതികൂലമാണെങ്കിലും രാഷ്ട്രീയ കാലാവസ്ഥ ഞങ്ങൾക്ക് അനുകൂലമാണ്. മുഖ്യമന്ത്രി നിലമ്പൂരിലേക്ക് എന്നുള്ള വാർത്ത ഇപ്പോൾ കണ്ടു. മുഖ്യമന്ത്രിയോട് ഞങ്ങൾക്ക് പറയാനുള്ള നല്ല മഴയാണ്, ഓടിപ്പിടിച്ച് നിലമ്പൂരിലേക്ക് വരണ്ട, ദേശീയപാത വഴിയാണ് നിലമ്പൂരിലേക്ക് വരുന്നത്, സൂക്ഷിച്ചു വരണം. കൂരിയാട് വഴിയൊക്കെ വരുമ്പോൾ മഴയാണെങ്കിൽ ശ്രദ്ധിച്ച് മഴയൊക്കെ മാറി വെയിൽ കുറച്ചതിന് ശേഷം വരുന്നതാണ് നല്ലത്. വരുമ്പോൾ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകളോട് പറയണം കയ്യിലൊരു തോക്കൊക്കെ കരുതാൻ. ഇവിടെ ആളെ കൊല്ലുന്ന കടുവകളും കാട്ടുപോത്തും കാട്ടാനയും പന്നിയും പുലിയൊക്കെ ഇങ്ങനെ മനുഷ്യനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു നാടാണ്. ഈ മണ്ണിലേക്കാണ് നിങ്ങൾ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മുൻകരുതൽ നിങ്ങൾ എടുക്കണം. എല്ലാ സ്ഥലത്തും പോയി രാഷ്ട്രീയം പറയുന്നത് പോലെ ഇവിടെ വന്ന് രാഷ്ട്രീയം പറഞ്ഞാൽ ഇവിടെ നിന്ന് വോട്ടല്ല വാങ്ങുക, മറിച്ച് ജനങ്ങളിൽ നിന്ന് ആട്ടുകിട്ടി പോയിടുന്നൊരു സാഹചര്യം ഇവിടെ ഉണ്ട്. ഐക്യജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് എല്ലാ അനുകൂലമായ സാഹചര്യങ്ങളുമുണ്ട്. അത് കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും പ്രാർത്ഥനയും ഞങ്ങളുടെ കൂടെയുണ്ട്. നിലമ്പൂരിൽ UDF വിജയിക്കണം. ഇതൊരു ക്വാർട്ടർ ഫൈനലാണ്. തീർച്ചയായും UDF വിജയിക്കണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുകയാണ്. VS ജോയുടെ പേര് ഉൾപ്പെടെയുള്ള കേൾക്കുന്നുണ്ട്. ഒരു സ്ഥാനാർത്ഥിയായിട്ട് VS ജോയി എത്തുമ്പോൾ ഇനിയിപ്പോൾ അത് ആരായാലും വിജയിച്ച് കയറാമെന്നുള്ളൊരു കോൺഫിഡൻസ് UDFനുണ്ട്. സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് നമ്മൾ നിരവധി ചർച്ചകൾ പറഞ്ഞാൽ ആര് സ്ഥാനാർത്ഥിയായാലും നമ്മൾ അംഗീകരിക്കും. അതിനകത്തൊരു ആശങ്കയില്ല, ആശയക്കുഴപ്പമില്ല. അത് സാങ്കേതികത്വം മാത്രമാണ്. ഏത് സമയത്ത് കോൺഗ്രസ് ഹൈക്കമാൻഡ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാലും ഐക്യജനാധിപത്യ മുന്നണി ആ സ്ഥാനാർത്ഥി ഇരുകൈ നീട്ടി സ്വീകരിക്കും. എല്ലാവരും ഒറ്റക്കെട്ടായി ഒരു മനസ്സോടെ പ്രവർത്തിക്കും. വലിയ വിജയം UDF ഇവിടെ നേടും. LDFൻ്റെ ഒരു സ്ഥാനാർത്ഥി ആരെന്നുള്ളതിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് അവർ ആ ചർച്ച തുടങ്ങിയിട്ടില്ല. UDFൻ്റെ സ്ഥാനാർത്ഥി ആരെ നോക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. LDFന് സ്ഥാനാർത്ഥിയെ കിട്ടാൻ വലിയ പാടാണ്. കാരണം തോൽക്കുമെന്ന് ഉറപ്പുള്ള ഒരു യുദ്ധത്തിന് പടയാളികളെ കിട്ടാനുള്ള പ്രയാസം ഇടതുപക്ഷം അനുഭവിക്കുന്നുണ്ട്. ഒരു ഡസൻ പേര്, ഞങ്ങൾ 2 പേരാണ് ചർച്ച ചെയ്യുന്നത് നിങ്ങൾ പറഞ്ഞു, ആ ഒരു ഡസൻ പേരുകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഡസൻ പേരിൽ ഒരാൾ പോലും മത്സരിക്കാൻ പൂർണ്ണ സമ്മതം മൂളാത്ത ഒരു സാഹചര്യമാണ്. കാരണം തോൽക്കും എന്ന് ഉറപ്പുള്ള ഒരു യുദ്ധത്തെയാണ് ഇടതുപക്ഷം നേരിടാൻ പോകുന്നത്. തീർച്ചയായും അതുകൊണ്ട് സ്ഥാനാർത്ഥിയെ കിട്ടാൻ വലിയ പ്രയാസം അവരുടെ ഇടയിലുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അൻവർ ഒരു പ്രധാനപ്പെട്ട ഒരു ആയുധമാണോ UDFൻ്റെ? തീർച്ചയായും ഈ നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായത് തന്നെ അൻവർ രാജിവെച്ചതുകൊണ്ടാണല്ലോ. അപ്പോൾ സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിൽ അതൊരു ചർച്ചാ വിഷയമാണ്. സാഹചര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടും. അൻവർ ഉയർത്തിയ രാഷ്ട്രീയ നിലപാട് ചർച്ച ചെയ്യപ്പെടും. ആ രാഷ്ട്രീയ നിലപാടുകളിൽ ആരോപണങ്ങളിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് പിണറായി വിജയൻ്റെ ഗവൺമെൻറ് തന്നെയാണ്. തീർച്ചയായും അത് ചർച്ച ചെയ്യപ്പെടുമെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ UDF വലിയ ആത്മവിശ്വാസത്തിലാണ്. ഒപ്പം DCC അധ്യക്ഷനും ആത്മവിശ്വാസത്തിലാണ്. സ്ഥാനാർത്ഥി അദ്ദേഹത്തിൻ്റെ പേര് ഉൾപ്പെടെ കേൾക്കുന്നുണ്ട്. പക്ഷേ സ്ഥാനാർത്ഥി ആരായാലും ഒരുമിച്ച് നിൽക്കും, അതിലൊരു ആശയക്കുഴപ്പമില്ല എന്നുള്ളത് കൂടി വ്യക്തമാക്കുകയാണ് VS ജോയ്. അർഷകനൊപ്പം വിപിൻ C. വിജയൻ, 24 മലപ്പുറം.